ഭരണഘടനാപരമായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു പ്രസിഡൻ്റാണ്. ഒരു രാജ്യത്തിൻ്റെ പ്രസിഡൻ്റാണ് ഞാൻ. എന്നെ ബലാത്കാരമായി തട്ടിക്കൊണ്ടുവന്നതാണ്. ഇതാണ് വെനിസ്വേലൻ പ്രസിഡൻ്റായ നിക്കോളാസ് മഡുറോ മൻഹാട്ടൻ കോടതിയിൽ അഭിഭാഷകൻ മുഖേന അറിയിച്ച കാര്യം. ഒരു രാജ്യത്തിൻ്റെ പ്രസിഡൻറ്റിനെ അവിടെ ബോംബാക്രമണം നടത്തി തട്ടിക്കൊണ്ടുവരിക എന്ന കിരാതമായ കാര്യമാണ് അമേരിക്ക ചെയ്തിരിക്കുന്നത്. സാമ്രാജ്യത്വ ശക്തികൾ ഏത് നെറികേടും ചെയ്യും എന്നതിൻ്റെ ഉദാഹരണമാണ് വെനിസ്വേലൻ പ്രസിഡൻറ്റിൻ്റെ അറസ്റ്റും അദ്ദേഹത്തെയും ഭാര്യയെയും അമേരിക്കയിലേക്ക് തട്ടിക്കൊണ്ടുപോയ സംഭവവും നമ്മോട് വിളിച്ചു പറയുന്നത്. രാജ്യത്തെ നിയമങ്ങളോ മാനുഷികമായ മറ്റ് കാര്യങ്ങളോ അവർക്ക് ബാധകമല്ല. മറ്റൊരു രാജ്യത്തെ ആക്രമിച്ച് അവിടെയുള്ള ഭരണാധികാരിയെ തട്ടിക്കൊണ്ടുവരാൻ അമേരിക്കക്ക് എന്ത് അധികാരമാണുള്ളത്? ഏത് കോടതിയാണ്, ഏത് സെക്യൂരിറ്റി കൗൺസിലാണ് അമേരിക്കയെ ഈ ചുമതല ഏൽപ്പിച്ചിട്ടുള്ളത്? വെനിസ്വേലൻ ജനത തെരഞ്ഞെടുത്ത ഒരു ഭരണാധികാരിയെ അമേരിക്ക കയ്യാമം വെച്ച് അവരുടെ കോടതിയിൽ ഹാജരാക്കുകയാണ്. മഡുറോയെ തിരുത്താൻ അധികാരമുള്ളത് വെനിസ്വേലൻ ജനതയ്ക്ക് മാത്രമാണ്. അമേരിക്കക്ക് അതിൽ ഒരു അധികാരവുമില്ല. ഇറാഖ് പ്രസിഡൻ്റായ സദ്ദാം ഹുസൈനോട് ചെയ്ത അതേ ക്രൂരത തന്നെയാണ് മഡുറോയോടും അമേരിക്ക ചെയ്തുകൊണ്ടിരിക്കുന്നത്. മറ്റ് രാജ്യങ്ങളിലെ ഭരണാധികാരികളെ CIA ഉപയോഗിച്ച് അട്ടിമറിക്കുക എന്നത് അമേരിക്കയുടെ ഒരു പദ്ധതിയാണ്. 1954 ഗോട്ടിമാലയിൽ യാക്കോബോ അൽബൻസിനെ CIA ആണ് അട്ടിമറി ശ്രമം നടത്തുന്നത്. ഇങ്ങനെ ലോകരാജ്യങ്ങളിൽ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് അമേരിക്ക. അമേരിക്കൻ സാമ്രാജ്യത്വ താൽപ്പര്യങ്ങൾ അടിച്ചേൽപ്പിക്കാൻ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുടെ മേൽ എപ്പോഴും അമേരിക്ക ശ്രദ്ധിച്ചിരുന്നു. അവിടെ ഉൽപ്പാദിപ്പിക്കുന്ന കൃഷിയുടെ മേൽ പോലും അവകാശം അമേരിക്കക്കായിരുന്നു. യുണൈറ്റഡ് ഫ്രൂട്ട് കമ്പനി എന്ന കമ്പനി കൊളംബിയ ഉൾപ്പെടെയുള്ള ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ സ്ഥാപിച്ചിരുന്നു. അവിടെ നിന്ന് ബനാന കയറ്റിക്കൊണ്ടുപോകുന്ന പണിയായിരുന്നു യുണൈറ്റഡ് ഫ്രൂട്ട് കമ്പനിക്ക്. ലാറ്റിൻ അമേരിക്കൻ സാഹിത്യകാരനായ ഗബ്രിയൽ ഗാർഷ്യ മാർക്കോസിൻ്റെ 100 Years of Solitude ഉൾപ്പെടെയുള്ള കഥകളിൽ പശ്ചാത്തലമായി വരുന്നത് യുണൈറ്റഡ് ഫ്രൂട്ട് കമ്പനിയുള്ള ഈ കൊളംബിയ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളായിരുന്നു. ഇത്തരം കമ്പനികൾ സ്ഥാപിക്കുകയും ആ കമ്പനികൾ രാജ്യത്തെ സമ്പത്ത് മുഴുവൻ കൊള്ളയടിച്ച് കൊണ്ടുപോവുകയുമായിരുന്നു. മൂന്നാം ലോക രാജ്യങ്ങളെ, ഇത്തരം ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളെ പരിഹാസ രൂപേണ അമേരിക്ക വിളിച്ചിരുന്ന പേരായിരുന്നു ബനാന റിപ്പബ്ലിക്. ഭൂമിയിലെ ഏറ്റവും വലിയ ക്രൂഡ് ഓയിൽ ശേഖരം വെനിസ്വേലയിലാണ്. അതുകൊണ്ടാണ് അമേരിക്ക ഈ വിഷയത്തിൽ വലിയ താല്പര്യമെടുക്കുന്നത്. അമേരിക്ക അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ശത്രു രാജ്യങ്ങളോട് ചെയ്യുന്ന പ്രധാനപ്പെട്ട 3 മാർഗങ്ങൾ: ആദ്യം ഉപരോധം ഏർപ്പെടുത്തുകയാണ്. ഹ്യൂഗോ ഷാവേസിൻ്റെ കാലം മുതൽ, ആ ഭരണകാലഘട്ടം മുതൽ തന്നെ വെനിസ്വേല വലിയ രീതിയിലുള്ള ഉപരോധം നേരിടുന്നുണ്ട്. ഉപരോധ മാർഗമാണ് ആദ്യം സ്വീകരിക്കുക. പിന്നീട് ആഭ്യന്തര കലാപങ്ങൾ ഉണ്ടാക്കും. അങ്ങനെ ആഭ്യന്തര കലാപങ്ങളിലൂടെ തങ്ങളുടെ അധിനിവേശം സ്ഥാപിക്കാൻ അമേരിക്കൻ ശക്തികൾ ശ്രമിക്കും. ഉപരോധം ഏർപ്പെടുത്തുക, ആഭ്യന്തര കലാപം സൃഷ്ടിക്കുക, പ്രത്യക്ഷമായോ പരോക്ഷമായോ ഇടപെട്ടുകൊണ്ട് ഭരണം അട്ടിമറിക്കുക. ഇതാണ് എല്ലാ കാലത്തും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അമേരിക്ക തന്നെ ഏറ്റവും വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. അമേരിക്കൻ സാമ്പത്തിക രംഗം തകർന്ന് തരിപ്പണമായിരിക്കുകയാണ്. കാരണം ഡോളറിനെ ആശ്രയിച്ചു കൊണ്ടുള്ള എണ്ണ വ്യാപാരം ഏതാണ്ട് അവസാനിച്ചിരിക്കുകയാണ്. സൗദി അറേബ്യയുമായുള്ള കരാർ 2024 അവസാനിച്ചു. അങ്ങനെ ലോക രാഷ്ട്രങ്ങൾ എണ്ണ വിപണിക്ക് ഉപയോഗിച്ചിരുന്ന ഡോളർ ആ വിനിമയം അവസാനിപ്പിക്കുകയും മറ്റ് ട്രാൻസാക്ഷൻ നടക്കുകയും ചെയ്യുമ്പോൾ 70% മുകളിലുണ്ടായിരുന്ന ഡോളറിൻ്റെ ഡൊമിനൻസ് ഏതാണ്ട് 40% കുറഞ്ഞിരിക്കുന്നു. ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും സാമ്പത്തികമായി താറുമാറായി നിൽക്കുന്ന അമേരിക്ക ഭ്രാന്തമായ ഇത്തരം നടപടികളിലൂടെ ലോകത്തെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ചൊൽപ്പടിയിൽ നിർത്താൻ വേണ്ടി ശ്രമിക്കുകയാണ്. വെനിസ്വേലയ്ക്കെതിരെയുള്ള അമേരിക്കൻ നടപടിയെ ന്യായീകരിക്കുകയും അതിന് ഒത്താശ ചെയ്യുകയും ചെയ്യുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. കാരണം അമേരിക്ക ചെയ്യുന്ന കാര്യങ്ങൾ മഹത്തരമാണെന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ട്. അവരെപ്പോഴും സാമ്രാജ്യത്വ ദാസന്മാരായിരുന്നു. അവർ ബ്രിട്ടീഷുകാർക്കൊപ്പമായിരുന്നു. ഇപ്പോൾ അവർ അമേരിക്കക്കൊപ്പമാണ്. അതുകൊണ്ട് തന്നെ അത്തരം പ്രതിഷേധങ്ങൾ അശ്ലീലമാണെന്നും അതിനെയൊക്കെ പരിഹസിക്കുകയും ചെയ്യുന്ന ചില ആളുകളെ നമുക്ക് കാണാൻ കഴിയും. അവർ എപ്പോഴും സാമ്രാജ്യത്വ ദാസ്യവേല ചെയ്ത ആളുകളാണ്. അവർ ബ്രിട്ടീഷുകാർക്കൊപ്പമായിരുന്നു, ഇപ്പോൾ അവർ അമേരിക്കക്കൊപ്പമാണ്. സാമ്രാജ്യത്വ ദാസ്യവേല അവർ ഒരിക്കലും അവസാനിപ്പിക്കുകയില്ല എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ. താങ്ക് യു ഫോർ വാച്ചിങ്.